ഇമാം തബറാനി ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഹദീസാണിത്. അയ്യകൂനൽ വലദു ഗൈളാ, മക്കൾ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന മക്കളാകുമ്പോ എന്തിന് പിടിച്ചതിന് വാശി, പിടിവാശി, വാശിയോട് വാശി, പിന്നെ ഭക്ഷണമില്ല, റൂം അടച്ചുപൂട്ടി കിടക്കലായി, തെറി പറയലായി, അസഭ്യം വിളിക്കലായി, ഇങ്ങനെ മക്കൾക്ക് അമിതമായ കോപം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, അത് ഒരുപാട് മക്കളിൽ കാണാൻ കഴിഞ്ഞാൽ, ഇത് അന്ത്യനാളിനെ വിളിച്ചറിയിക്കുന്നുവെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യകൂനൽ വലദു ഗൈളാ, നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നുമ്പോൾ പറയുന്ന വാക്കാണ് ഉഫ്. അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഉഫ്, എനിക്ക് വയ്യ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പറയുന്ന ചെറിയ ഒരു ശ്വാസത്തിന്റെ ഒരു ശബ്ദം ഉഫ്, അതുപോലും സ്വന്തം ഉമ്മയോടോ വാപ്പയോടോ പറയരുത് എന്ന് പറഞ്ഞ ഒരു ശരീഅത്തിന്റെ മക്കൾ, വാപ്പമാരെ ഉമ്മമാരെ വരച്ച വരയിൽ നിർത്തുന്ന മക്കളായി മാറുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട്. ഇബ്നു മസ്ഊദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആലോചിക്കും നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ അവസ്ഥയ്ക്ക് ഇപ്പൊ എന്താണ്? ഇങ്ങനൊക്കെ ഉണ്ടോ? വല്ലാതെ ദേഷ്യവും വാശിയും കുട്ടിക്ക് വന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, പറ്റില്ല മോനെ, മോളെ ഇത് പറ്റില്ല. 10ാം ക്ലാസ്സിലോ +2 പഠിക്കുന്ന ഒരു മകനോട്, സ്വന്തം മകളോട് എന്തെങ്കിലും വേണ്ടാത്തത് മക്കളിൽ കണ്ടാൽ, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനോട്, മകനോടോ മകളോടോ, മോളേത് നമുക്ക് പാടില്ല എന്ന് പറയാൻ ഉമ്മാക്ക് ധൈര്യമില്ല, വാപ്പാക്ക് ധൈര്യമില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളോട്, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണിത്, താലോലം പാടി ഉറക്കിയ കുഞ്ഞുമക്കൾ, സ്വന്തം കൈകളിൽ കിടന്ന് വളർന്ന മക്കൾ, ഒന്ന് നിവർന്ന് നടക്കാനുള്ള പ്രായമായിട്ട് തോന്നിവാസം ചെയ്തു വരുമ്പോൾ, മയക്കുമരുന്നടിച്ചു വരുമ്പോ, കള്ളുകുടിച്ചു വരുമ്പോ, ഇത് ചെയ്യരുതെന്ന് ഒരു താക്കീത് കൊടുക്കാനുള്ള തന്റെ ഇടം പോലും നഷ്ടപ്പെടുന്ന ഉമ്മമാരെ, വാപ്പമാരെ, അയ്യകൂനൽ വലദു ഗൈളാ, മക്കൾ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന, അവര് ശകാരിക്കുന്നവർ, അവരോടൊന്നും പറയാൻ പറ്റില്ല, അവരിങ്ങോട്ട് ചീത്ത പറയുന്നവർ, അങ്ങനത്തെ മക്കളാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് ഖിയാമത്തിന്റെ ആവിർഭാവം, അതിന്റെ ഉറവിടം ആരംഭിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് പറഞ്ഞു കൊടുത്തുവോ? ആ മക്കൾ ജനിച്ചത് ബിസ്മില്ലയിലൂടെയാണോ? ഒരു വിഷയം അതാണ്. ബിസ്മില്ലാഹി, ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോ, ഒരു ഭാര്യയും ഒരു ഭർത്താവും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ, അല്ലാഹുവേ നീ അനുവദിച്ച മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്ത എന്റെ ഭാര്യയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് നിന്റെ നാമത്തിലാണ് പടച്ചവനെ. നിന്റെ നാമം ചൊല്ലിയപ്പോഴാണ് അൻകഹ്തുക വസവ്വജ്തുക എന്ന് പെണ്ണിന്റെ വാപ്പ കൈപിടിച്ച് പറഞ്ഞപ്പോഴാണ് ആ പെണ്ണ് ഹലാലായത്, നിന്റെ നാമം ഉച്ചരിച്ചപ്പോ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും പിശാചിന്റെ ബാധ തരരുതേ എന്ന പ്രാർത്ഥനയിൽ ജനിച്ചവരാണോ നമ്മുടെ മക്കൾ? അതല്ല. നോക്കുമ്പോ പോസിറ്റീവാണ്, എങ്ങനെ ആയത് അറിഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ ജനിച്ച മക്കളാണോ? അള്ളാന്റെ പൊരുത്തത്തിൽ ജനിച്ച മക്കളാണോ നമ്മുടെ മക്കൾ? ശ്രദ്ധിക്കണം. ഈ മക്കളിൽ പിശാചിന്റെ ബാധയുണ്ടാകും, ഈ മക്കളിൽ വേണ്ടാത്ത സ്വഭാവങ്ങൾ വരും. ആ മക്കളാണ് തലവേദനയായി മാറുന്നത്. എന്നാലും തലവേദന, മക്കളാലുണ്ടാകുന്ന തലവേദനക്ക് നാളെ പരലോകത്ത് കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി